ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല മാസങ്ങളായിട്ട് നമ്മുടെ സർക്കാരുകൾ പറയുന്ന ഒരു കാര്യമാണ് റേഷൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യണം എന്നുള്ളത്. ഭൂരിഭാഗം ആളുകളും അത് ചെയ്തിട്ടുണ്ട്, എങ്കിലും അത് ചെയ്യാത്ത പല ആളുകളുമുണ്ട്. അപ്പം അത് ചെയ്ത ആളുകൾക്കുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ആ ലൈക്ക് എത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്കറിയാം, വൺ ഇന്ത്യ വൺ റേഷൻ പദ്ധതി നടപ്പിലാവാൻ പോവുകയാണ്. ആ പദ്ധതി നടപ്പിലാവുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും നമുക്ക് റേഷൻ കൈപ്പറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൻ്റെ ആദ്യഘട്ടമെന്നോണം ഇന്ത്യയിലെ ഏതാനും സംസ്ഥാനങ്ങളിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരികയാണ്. നമ്മുടെ റേഷൻ കാർഡ് വെച്ചിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി ഈ ഒരു റേഷൻ വാങ്ങാൻ കഴിയും. അതാണ് ഒന്നാമത്തെ കാര്യം. ഉടൻ തന്നെ അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും മാറുന്നതാണ്. ജോലി ആവശ്യങ്ങൾക്കും മറ്റുള്ള കാരണങ്ങൾ കൊണ്ടും നമ്മൾ ദീർഘനാൾ അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കേണ്ടി വന്നാൽ നമ്മുടെ റേഷൻ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ആധാറും റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ വിവരങ്ങളും ഇപ്പോൾ ആധാറുമായി ലിങ്ക്ഡ് ആണ്. റേഷൻ കാർഡ് മുൻഗണനാ പട്ടികയിൽ പല വിധത്തിലുള്ള അനർഹരും ഉണ്ട്. അത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിച്ച് ഒഴിവാക്കാൻ നിഷ്പ്രയാസം സാധിക്കും. 4 ചക്ര വാഹനമുള്ളവർ, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവർ, അല്ലെങ്കിൽ ഒരേക്കറയിലധികം സ്ഥലമുള്ളവർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ അനധികൃതമായിട്ട് BPL കാർഡ് കൈവശം വെച്ചവരുണ്ടാവും. അവരെ ഇതിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെ പുറത്താക്കുന്ന ഒരു ഭാഗത്തേക്ക് അർഹരായിട്ടുള്ള നിരവധി പേർ അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് വെള്ള കാർഡുകാർ. ഈ കോവിഡിന്റെ കഷ്ടകാലത്തിലും 4 കിലോ അല്ലെങ്കിൽ 2 കിലോ അരി മേടിച്ച് കഷ്ടപ്പെട്ട നിരവധി അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് BPL ലിസ്റ്റിൽ ഉൾപ്പെടാനും കൂടി ഈ ഒരു ആധാർ ലിങ്കിങ് ഉപകാരപ്പെടും എന്നാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങൾ ഇടപെട്ടതാണ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആധാർ കാർഡും റേഷൻ കാർഡും ഇനി ആരെങ്കിലും ലിങ്ക് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലിങ്ക് ചെയ്യാം. അതെങ്ങനെ സ്വന്തമായിട്ട് ലിങ്ക് ചെയ്യാം എന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുപോലെ തന്നെ മുകളിലും ഉണ്ട്. നിങ്ങൾ പോയിട്ട് ആ വീഡിയോ കാണുക. നിങ്ങൾ സ്വന്തമായിട്ട് ലിങ്ക് ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് അത് ലിങ്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊരു അക്ഷയ സെന്ററിലോ CSC സെന്ററിലോ പോയിട്ട് ലിങ്ക് ചെയ്യാവുന്നതാണ്. അത് ആരെങ്കിലും നിങ്ങളുടെ റേഷൻ കാർഡിൽ ആരെങ്കിലും അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് ലിങ്ക് ചെയ്യണം എന്നാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.